6000 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി സതേൺ റെയിൽവേ സോണിൽ നിന്ന് മാറ്റി സൌത്ത് വെസ്റ്റേൺ റെയിൽവേക്കാണ് നൽകിയിട്ടുള്ളത്. ആദ്യ സർവേ പ്രകാരം 236 കിലോമീറ്ററാണ് പാതയുടെ ദൂരമെങ്കിലും ഇത് 166 കിലോമീറ്ററായി കുറയ്ക്കാമെന്ന് ഡോക്ടർ ഇ ശ്രീധരൻ അറിയിച്ചു. പാത വൈദ്യുതീകരണമടക്കം മൊത്തം ചെലവ് 3500 കോടി രൂപയേ വരൂ. ഷൊർണൂർ നിലമ്പൂർ പാത വൈദ്യുതീകരിക്കുന്നതിനാൽ നിലമ്പൂർ വയനാട് നഞ്ചങ്കോട് പാതയും വൈദ്യുതീകരിച്ചാണ് നിർമ്മിക്കേണ്ടത്. പാതയ്ക്ക് സ്വകാര്യ മൂലധനവും കണ്ടെത്തേണ്ടതിനാൽ ഫൈനൽ ലൊക്കേഷൻ സർവേയെ അടിസ്ഥാനമാക്കി വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. അതിനാൽ ആദ്യഘട്ടം ഫൈനൽ ലൊക്കേഷൻ സർവേയാണ്. അതിന് 8 കോടി രൂപ ചെലവ് വരും. ബജറ്റിൽ പണം അനുവദിക്കുകയോ സംസ്ഥാന സർക്കാർ നൽകുകയോ ചെയ്താലേ റെയിൽവേ നേരിട്ട് ഈ സർവേ നടത്തൂ. എന്നാൽ DMRC, റൈറ്റ്സ്, റെയിൽ വികാസ് നിഗം എന്നീ സ്ഥാപനങ്ങൾ ഈ സർവേ നടത്താൻ അധികാരപ്പെട്ടവരാണ്. പാതയുടെ 63 കിലോമീറ്റർ കർണാടകയിലും 12 കിലോമീറ്റർ തമിഴ്നാട്ടിലും ബാക്കി കേരളത്തിലൂടെയുമാണ് കടന്നുപോകുന്നത്. അതിനാൽ കർണാടക സർക്കാരിനെയും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൽ ഭാഗമാക്കണം. റെയിൽവേ ബജറ്റിൽ തുക അനുവദിച്ചിട്ടില്ലാത്തതിനാൽ സർവേ തുടങ്ങിവെക്കാൻ സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകണം. മേൽപ്പറഞ്ഞ 3 സ്ഥാപനങ്ങളെ ഏതിനെയെങ്കിലും സർവേ നടത്താൻ ചുമതലപ്പെടുത്താം. സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കുകയാണെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കാൻ കാത്തുനിൽക്കാതെ തന്നെ DMRC സർവേ നടപടികൾ തുടങ്ങും. സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുമായി സഹകരിച്ചുകൊണ്ട് 8 മുതൽ 9 മാസത്തിനകം DMRCക്ക് സർവേ പൂർത്തിയാക്കി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാവും. ഡോക്ടർ ഇ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നീലഗിരി വയനാട് NH ആൻഡ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റി വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തി. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി സർവേ നടപടികൾ DMRCയെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉറപ്പു നൽകി. MA ഷാനവാസ് MP, IC ബാലകൃഷ്ണൻ MLA എന്നിവരുമായും ആക്ഷൻ കമ്മിറ്റി ചർച്ച നടത്തി. ഡോക്ടർ ഇ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് MPയും MLAയും ഉറപ്പു നൽകി. മന്ത്രിയും ജനപ്രതിനിധികളുമായുള്ള ചർച്ചയിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് TM റഷീദ്, അഡ്വക്കേറ്റ് P വേണുഗോപാൽ, PP അബ്ദുൽ ഖാദർ, MA അസൈനാർ, PY മത്തായി, നാസർ കാസിം എന്നിവർ പങ്കെടുത്തു. വയനാട് ന്യൂസ്, ബത്തേരി.